ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, എന്താ വരാൻ പറഞ്ഞത്? അപ്പൊ ഇവിടുത്തിട്ടും ഹരിക്ക് കാര്യം മനസ്സിലായില്ലേ? ഈ ദുർഗന്ധം നിങ്ങളുടെ ഗോഡൌണിന്നാ. പച്ചക്കറികൾ ഇങ്ങനെ കൂട്ടിയിട്ടാ അതൊക്കെ ചീഞ്ഞു പോകുന്നുള്ള കാര്യം അറിയില്ലേ? അത് കൃത്യസമയത്ത് ക്ലിയർ ചെയ്യേണ്ട ഹരി. അല്ല, ഞങ്ങള് പ്ലാൻ ചെയ്തതനുസരിച്ച് കാര്യങ്ങളൊന്നും നടന്നില്ല. നിങ്ങളുടെ പ്ലാനിങ്ങിനനുസരിച്ച് പച്ചക്കറികൾ കിടക്കുവോ? അയൽവാസികൾ വിളിച്ച് പരാതി പറഞ്ഞായിരുന്നു. അവര് പോലീസിലും പഞ്ചായത്തിലും ഒക്കെ പരാതി കൊടുക്കുന്ന ഇപ്പൊ പറയുന്നത്. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഞങ്ങൾ തുടങ്ങിയ സംരംഭത്തിന്റെ പ്രശ്നങ്ങളൊക്കെ അറിയാലോ. അത് നിങ്ങളുടെ പ്രശ്നമാണ്. കെട്ടിടം വാടകയ്ക്ക് തരുമ്പോ കണ്ടീഷൻ എഗ്രിമെന്റ് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. നിങ്ങൾ വാടകയിൽ വീഴ്ച വരുത്തിയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോണമെന്ന് ഞാൻ പറയുന്നില്ല. ഈ കെട്ടിക്കിടക്കുന്ന സാധനം ഒഴിവാക്കണം. അത് ഇന്ന് തന്നെ ചെയ്യുകയും വേണം. ഇന്ന് തന്നെ ഒഴിവാക്കാം. രാവിലെ ആൾക്കാർ കംപ്ലൈന്റ് ആയിട്ട് വന്നാലേ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോന്ന് എനിക്ക് പറയേണ്ടി വരും. ആളുകൾ എന്നോടുള്ള അടുപ്പം കൊണ്ടാ പ്രത്യേകിച്ചൊന്നും പറയാത്തത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. നിത്യ, താൻ ഇവിടെ നിൽക്കുക, ഞാനിപ്പോ വരാം. നാറ്റമാണ്. ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് ചത്ത് ചീഞ്ഞാൽ നാറ്റമില്ലായിരിക്കോ? താൻ്റെ ഒരു കാര്യം ചെയ്യ്, വീട്ടിലേക്ക് ചെല്ല്. ഞാൻ ആരെങ്കിലും കൂട്ടി ഇതൊന്ന് കുഴിച്ചു മൂടാനുള്ള ഏർപ്പാടുണ്ടാക്കട്ടെ. ഞാനും നിൽക്കാം. രണ്ടുപേർക്കും കൂടി ഒന്നിച്ച് ചെയ്യാം. താൻ പറയുന്ന ഒന്ന് കേക്കടോ. നമ്മളിത് തുടങ്ങിയപ്പോ ചില ആളുകളെങ്കിലും കളിയാക്കിയിട്ടുണ്ടാവാം. മണ്ണിൽ പണിയെടുക്കുന്ന യുവമാരൊക്കെ കൂടി മാളിക പണിയാൻ പോകുന്നെന്നും പറഞ്ഞ് അവർക്കൊക്കെ പറഞ്ഞു ചിരിക്കാൻ ഇതൊരു കാരണമായി. ഇത് തന്നെയാണോ കാര്യം? കേരളത്തിൽ കൃഷി നടക്കാതിരിക്കാനുള്ള മെയിൻ കാരണം ഇതാ. ഒന്ന് തല പൊക്കാൻ നോക്കിയാൽ പ്രകൃതി എന്നെ ചവിട്ടി താഴ്ത്തും. പിന്നെ എന്ത് കൃഷി, എന്ത് കാർഷിക മുന്നേറ്റം? ഹരി, ഇവിടെ നിൽക്കണ്ട. ആ വാച്ചേട്ടൻ എങ്ങാനും വിളിച്ച് ഇത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോവാം. ഹരിക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. കണ്ടു നിൽക്കണ്ടേ? ഇതെല്ലാം കൂടെ കുഴികുത്തി മൂടുമ്പോ ഞാനില്ലാതെ എങ്ങനെയാ? നിത്യച്ചെല്ല്. ഹരി, ഒന്നും പോവാൻ പറഞ്ഞില്ലേടോ? താനൊരു ഓട്ടോ പിടിച്ച് ചെല്ല്.